കാലാനുസൃതമായി ചിന്തിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതാണിപ്പോൾ നടപ്പാക്കപ്പെടുക. NEP അനുസരിച്ച് വിദേശ മൂലധനത്തിന് ഇന്ത്യയിലേക്ക് വരാം, വിദ്യാഭ്യാസ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിരിക്കെ വിദേശ മൂലധനം വരും. ഞാൻ നേരത്തെ ഗുജറാത്തിന്റെ ഉദാഹരണം ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഡീംഡ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള സർക്കാർ കൺട്രോളുമില്ല. സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വിധത്തിൽ ഒരു ഫ്രെയിംവർക്കോടുകൂടി പരിമിതമായ സർക്കാർ നിയന്ത്രണമെങ്കിലും അതിൽ വരുത്തിക്കൊണ്ട്, ഞാൻ പറയുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളല്ല, മറിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടിയോടുകൂടി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരിക എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വ്യത്യസ്താഭിപ്രായം പുലർത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന ഒരു കാര്യം വരട്ടെ. നമ്മൾ മുൻപോട്ടാണല്ലോ പോകേണ്ടത്, പുറകോട്ടല്ലോ. 1996-ലോ 95-ലോ 94-ലോ എന്ത് സംഭവിച്ചു എന്നുള്ളതിനപ്പുറത്ത് 2025-ൽ എന്ത് സംഭവിക്കുന്നു, 26-ൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ശ്രീ അഭിലാഷേ, കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയവർ ഞങ്ങളായിരുന്നല്ലോ. അപ്പൊ അതിന് എല്ലാ ഘട്ടത്തിലും സമരം ചെയ്ത് നശിപ്പിച്ചത് ആരാണ്? ഇവരല്ലേ? ആ ആളുകളല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാക്കിയവരുടെ പിറകിൽ നിന്നവർ ഇവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. കേരളത്തിൽ മാത്രം രാജ്യത്ത് എമ്പാടും ഇത്തരത്തിലുള്ള സർവകലാശാലകൾ വരുമ്പോൾ കേരളത്തിൽ അത് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഉണ്ടായത്. അപ്പൊ അതിനെതിരായി അപ്പോൾ എന്താ കാരണം? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിന്റെ പേറ്റന്റ് അവർക്ക് കിട്ടും. അതുകൊണ്ട് അത് നശിപ്പിക്കുക. എക്കാലം അത്ര അങ്ങനെയായിരുന്നല്ലോ ഇവരെടുത്ത നിലപാട്. നിങ്ങൾ പിന്നോട്ട് പോകണ്ട. 80-കളിലെ കാലഘട്ടത്തിലായാലും 90-കളുടെ കാലഘട്ടത്തിലായാലും ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളതാണ് ചർച്ച. ആ ചർച്ചയ്ക്കകത്ത് ഇവരെടുത്ത തീരുമാനമാണ് കേരളത്തെ പുറകോട്ട് നയിച്ചത്. തീർച്ചയായിട്ടും വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നത് കൊണ്ട് കേരളത്തിനകത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. പക്ഷെ അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ചർച്ചകൾ വേണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവർ ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള സമരങ്ങളും അതോടൊപ്പം ഇപ്പോൾ ശ്രീ പ്രേംകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ TP ശ്രീനിവാസനെ കരിയോയിൽ ഒഴിക്കുകയാണോ ചെയ്തത്? എത്ര ലാഘവത്തോടുകൂടി ഞാൻ പറയും. ആ മനുഷ്യനെ ക്രൂരമായി അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവനകൾ പോലും മാനിക്കാതെയല്ലേ ക്രൂരമായി തല്ലിയല്ലേ ചെയ്തത്, മർദ്ദിച്ചതല്ലേ, എന്നിട്ട് ന്യായീകരിക്കുക അത് കരിയോയിൽ ഒഴിച്ചു എന്ന് പറയാം. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന പ്രേംകുമാറിനാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിക്കുക? ഇങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്. അങ്ങനത്തെ സമരം നടത്തി, എന്നിട്ട് അതിനെതിരായി സമരം നടത്തി ശ്രീ വിജിന്റെ ഒക്കെ വീഡിയോ പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടി എത്ര വാങ്ങിയെന്നാണ്, അബ്ദുൾ റബ്ബെ എത്ര വാങ്ങിയെന്നാണ്. അപ്പൊ ഇത് വരുന്നുണ്ട് പിണറായി വിജയൻ എത്ര വാങ്ങിയെന്ന് വിജിൻ ചോദിക്കണ്ടേ? അടി ഇരിക്കുന്നുണ്ടല്ലോ നിയമസഭയിൽ, പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇരിക്കുന്നത്. ചോദിക്കണ്ടേ? ബിന്ദുവിനോട് ചോദിക്കണ്ടേ എത്ര വാങ്ങിയെന്നുള്ളത്? ഞങ്ങൾ ഇതൊരു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് തകർത്തവരല്ലേ നിങ്ങൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ AK ആന്റണി കൊണ്ടുവന്ന സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട സമരം, ആ സമരത്തിനകത്ത് കേരളത്തിൽ സമരം കത്തുമ്പോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി മകളെ പഠിപ്പിച്ചത് അമൃതാനന്ദമയുടെ പേരിലുള്ള സ്വാശ്രയ കോളേജിലാ. പ്രവേശന പരീക്ഷ പോലും എഴുതാതെയാണ് അവിടെ സീറ്റ് തരപ്പെടുത്തിയെന്ന ബെർലിൻ കുഞ്ഞൻ നായർ അദ്ദേഹത്തെ ആത്മഹത്യയെ പറഞ്ഞത്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ അതിനുശേഷം നിങ്ങൾ അത് നടപ്പാക്കിയില്ലേ? UDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഇത്തരം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ നിങ്ങൾ പാടെ അവഗണിച്ചോ? നിങ്ങൾ പേര് മാറ്റിയോ അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾ നടപ്പാക്കിയിട്ടില്ലേ? പ്രീ ഡിഗ്രിക്കെതിരായി ബോർഡിന് സമരം നടത്തി കേരളത്തിലെ മുഴുവൻ അന്ന് പഠിക്കുന്ന സർവകലാശാലയിലെ മുഴുവൻ കുട്ടികളുടെയും പരീക്ഷാ പേപ്പർ അഗ്നിക്കിരയാക്കി സമരം നടത്തിയില്ലേ? എന്നിട്ട് നായനാർ വന്നപ്പോ എന്താ ചെയ്തത്? +2 എന്ന പേരിൽ നിങ്ങൾ നടപ്പാക്കിയില്ലേ? പ്രീ ഡിഗ്രി ബോർഡിനെതിരെ +2 നടപ്പാക്കിയില്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളാണ് ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങളും അക്രമ സമരങ്ങളും നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയത് നിങ്ങളായിരുന്നു എന്നുള്ളത് ചരിത്രത്തെ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് ഒരിക്കലും പിറകോട്ട് പോകാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളല്ലേ ഈ നാടിന്ന് ഒഴുകിപ്പോകല്ലേ. കണക്കെടുത്ത് പരിശോധിക്കും. ഓരോ നാട്ടിനകത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് നമുക്കതിന്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ സ്ഥലത്തും പോകുന്നത്. എന്തുകൊണ്ടാണ് പോകുന്നത്? അതിനുള്ള ഇടം ഈ കേരളത്തിലില്ല. നശിപ്പിച്ചതാരാ? ഈ നശിപ്പിച്ചതിന്റെ ആളുകൾ ഇവിടുത്തെ DYFI, SFI, CPM ആണ്. ശരി, അതാണ് പ്രശ്നം. അതിനെതിരെയാണ്, ആ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ശരി, അത് എന്തുകൊണ്ട് നിങ്ങൾ മുമ്പ് ഈ നിലപാടെടുത്തു എന്ന ചോദ്യം ഉന്നയിക്കുന്നു.